എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പൊടികളൊക്കെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ബാക്കി പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് ഇത് കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കൽ നിർത്താൻ പാടില്ല കേട്ടോ, കാരണം കോൺഫ്ലവറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് തിക്കായി കഴിഞ്ഞ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മൈദ ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടിയില്ലാതെ ഈ ഒരു രീതിയിലുള്ള ഒരു ബാറ്റർ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ റെഡിയാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. ബാറ്റർ ഒരുപാട് കട്ടി വേണ്ട. പിന്നെ നമുക്കിതിലേക്ക് സേമിയ വേണം കേട്ടോ. സേമിയ ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള സേമിയ തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രെഡിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ കനത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മറ്റേ പീസ് ബ്രെഡ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ അങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടല്ലോ, ലൂസായിട്ടുള്ള ബാറ്റർ, അത് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേമിയ വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. സേമിയ ഇതുപോലെ അങ്ങ് മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സേമിയ നല്ല സ്റ്റിക്കി ആയിട്ട് അവിടെ ഇരുന്നോളും. അങ്ങനെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സേമിയ കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ, ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ അങ്ങ് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ സൈഡുകളും ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് എല്ലാ സൈഡും റെഡിയായി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ മതി. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, സേമിയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി. ഇനി നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് സെർവ് ചെയ്യാം. ഇനി കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ഒരു കുനാഫയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുനാഫ ഡോ ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കുനാഫ റെഡിയാക്കി എടുക്കാം. പിന്നെ ഈ ഒരു ക്രീമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രീം ചീസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മാത്രമായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. വായിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു സ്വീറ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.